അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഫിസിക്സിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് എവിടം വരെ നമ്മൾ പഠിച്ചു നിർത്തി? ആർക്കിമിഡീസ് തത്വം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത വേറൊരു ലോയാണ്, അല്ലെങ്കിൽ അടുത്ത വേറൊരു പ്ലവന തത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ഒരു വസ്തുവിലോട്ട് അനുഭവപ്പെടുന്ന ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആദേശം ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണെന്നാണ് ആർക്കിമിഡീസിൻ്റെ പ്രിൻസിപ്പിളിനകത്ത് പഠിച്ചത്. ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിനകത്ത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ആയിട്ട് ഇമേഴ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇട്ട വസ്തുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന ഫോഴ്സിന് ഈക്വൽ ആണെന്നാണ് ആർക്കിമിഡീസ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള പ്ലവന തത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ. എന്താണ് പ്ലവന തത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ? പ്ലവന തത്വം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് റെക്ടാങ്കുലർ ഷേപ്പാക്കി ചെറിയൊരു ബോക്സ് പോലെ ആക്കി ഒരു ബീക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇടാനാണ് പറയുന്നത്. ഈ അലുമിനിയം ഫോയിൽ താഴ്ന്നു പോകുന്നുണ്ടോ പൊങ്ങി പോകുന്നുണ്ടോ അത് നിരീക്ഷിച്ച് നിരീക്ഷണം എഴുതാനാണ് പറയുന്നത്. ഇനി അവിടെ ബന്ധപ്പെട്ട തത്വമാണ് ഈ പ്ലവന തത്വം. ഈ അലുമിനിയം ഫോയിൽ വാട്ടറിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ജലത്തിൽ താഴ്ന്നു പോകുന്നില്ല, വാട്ടറിൽ ഡിപ്പായി താഴോട്ട് പോകുന്നില്ല, അവിടെ മുകളിൽ കൂടെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആർക്കിമിഡീസിനകത്ത് നമ്മൾ പറഞ്ഞ കുറച്ച് ജലം പുറത്തോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് എന്തിന് ഈക്വലാന്ന് പറഞ്ഞു? ഈ പോയ വെയിറ്റ്, പുറത്തോട്ട് പോയ വാട്ടറിൻ്റെ വെയിറ്റിന് ഈക്വലാന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബോഡിക്ക് നമ്മൾ ഇടുന്ന വസ്തുവിന് ഒരു ഒബ്ജക്റ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? അതാണ് പ്ലവന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി. ഫ്ലോട്ടിംഗ് ബോഡി എന്ന് വെച്ചാൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ബോഡി. ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റും ആ ബോഡി ആ വസ്തുവിലോട്ട് ഇട്ടപ്പോൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ വെയിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് പ്ലവന തത്വത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ പാർഷ്യലി ഇമേജ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഇമേജ്ഡ്, ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുകയായിരുന്നു. ഇവിടെ വസ്തു മുങ്ങിയിരിക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ മുകളിൽ കൂടെ ഏത് അവസ്ഥയിലാണോ നമ്മൾ വെച്ചു കൊടുത്തത് അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, നമ്മൾ ഇട്ട ബോഡിയുടെ വെയിറ്റും പുറത്തോട്ട് പോയ ലിക്വിഡും ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയിറ്റും ഈക്വലാണ്. ഇനി when a body is fully immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. ഇനി ഒരു ബോഡി ഫുള്ളി ഇമേഴ്സ്ഡ് ആണ്, മുഴുവനുമായും ജലത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടുത്തെ വോളിയം, വ്യാപ്തം, ആ പുറത്തോട്ട് പോയ വെള്ളത്തിൻ്റെ വ്യാപ്തവും ആ ബോഡിയുടെ വോളിയം, ഏത് വസ്തുവാണോ വെച്ചാൽ അതിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, ഒരു ബോഡിക്ക് ഒരു മാറ്റവും വരാതെ ആ അതേ പൊസിഷനിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റും അവിടെ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയിറ്റും ഈക്വൽ ആണ്. ഇനി രണ്ടാമത് പറയുന്നത് വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ്, ഫുള്ളി ആയിട്ട് മുഴുവനായിട്ട് മുങ്ങിയിരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ്, ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു, ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വോളിയം ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബോഡി, ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ബോഡി, ബോഡിയുടെ വോളിയത്തിന് ഈക്വൽ ആണ്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനുകളുണ്ട്, അതിൽ ചോദിക്കുന്നുണ്ട് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇനി ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തവും വസ്തുവിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ 2 കാര്യങ്ങൾ പറഞ്ഞു. വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ഇട്ട്, പിന്നെ വോളിയം ഓഫ് ദ ബോഡി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്. രണ്ടും ഈക്വൽ ആണ്. ഇതുകൊണ്ടാണ് ഒരു ബോഡി താഴോട്ട് മുങ്ങിപ്പോകാതെ കിടക്കുന്നതിന് കാര്യം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഇനി ഇതിന് താഴെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 പ്രിൻസിപ്പിൾ പഠിച്ചു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചു,
ലോ ഓഫ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളും പഠിച്ചു, പ്ലവന തത്വവും പഠിച്ചു. ഇത് രണ്ടുമായി ബന്ധപ്പെടുത്തി കുറച്ച് ചോദ്യങ്ങൾ താഴോട്ട് തന്നിട്ടുണ്ട്. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയിറ്റ് വൈ ഇൻസൈഡ് ദ വാട്ടർ. ജലത്തിനുള്ളിൽ കല്ലിന് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും? നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ജലത്തിനുള്ളിൽ കല്ലിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. കാരണം എന്താ? പ്ലവക്ഷമ ബലം അല്ലേ? ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് ജലത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ആ കല്ലിലോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ബോയൻസി എന്ന് പറയുന്ന അല്ലെ പ്ലവക്ഷമ ബലം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെട്ടത്. നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റിൽ നിന്നല്ലേ കണ്ടുപിടിച്ചേ. അപ്പോൾ എന്താണ് അതിന് കാരണം? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. അടുത്ത ക്വസ്റ്റ്യൻ. മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുമെങ്കിലും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എന്താണ്? മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുന്നു, പക്ഷെ ഉപ്പുവെള്ളത്തിൽ താഴ്ന്നു പോകുന്നില്ല, അത് പൊങ്ങിക്കിടക്കുന്നു. So an egg sinks in pure water, it will float on salt water. Salt water float ചെയ്യുന്നു. എന്താണ് അതിന് കാരണം? ഉപ്പുവെള്ളത്തിനും ശുദ്ധജലത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉപ്പുവെള്ളത്തിന് എന്ത് കൂടുതലാണ്? സാന്ദ്രത കൂടുതലാണ്. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പൊങ്ങിക്കിടക്കുന്നു. ബോയൻസി കൂടുതലാണ്. പഠിച്ചിട്ട് നമ്മൾ ഡെൻസിറ്റി ഇൻക്രീസസ് ദ ബോയൻസി ഓൾസോ ഇൻക്രീസസ്. സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? ബോയൻസി കൂടുന്നു, അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുന്നു. അപ്പോൾ ഉപ്പുവെള്ളത്തിന് എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ബോയൻസി കൂടുന്നു. അതുകൊണ്ടാണ് ഉപ്പുവെള്ളത്തിൽ മുട്ട പൊങ്ങിപ്പോകാത്തത്. നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ചെയ്തു നോക്കാവുന്ന പരീക്ഷണമാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് ഉപ്പ് ഏറെ കലക്കിയിട്ട് മുട്ടയിട്ട് നോക്കുക, അതിനകത്ത് പൊങ്ങിക്കിടക്കും. ശുദ്ധജലം ഒരു ഗ്ലാസ്സിൽ എടുത്ത് നോക്കുക, അതിനകത്ത് മുട്ടയിട്ട് നോക്കുക, അത് താഴ്ന്നു പോകുന്നതായിട്ട് കാണാം. ഇനി കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. അടുത്തത് കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ആലോചിച്ച് നോക്കി, മണ്ണെണ്ണയും ജലവും തമ്മിലുള്ള വ്യത്യാസം. മണ്ണെണ്ണയ്ക്ക് എന്ത് കുറവാ? സാന്ദ്രത കുറവാ, അല്ലെങ്കിൽ എന്താണ്? ഡെൻസിറ്റി കുറവാണ്. സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവാണ്. ജലത്തിനോ ഡെൻസിറ്റി, ശുദ്ധജലത്തിന് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്തിനേക്കാൾ കൂടുതലാണ്? മണ്ണെണ്ണയേക്കാൾ, കെറോസിനേക്കാൾ കൂടുതലാണ്. സോ അതുകൊണ്ട് എന്ത് പൊങ്ങിക്കിടക്കുന്നു? പ്ലവക്ഷമ ബലം കുറവല്ലേ മണ്ണെണ്ണയ്ക്ക്? അതിനാൽ മണ്ണെണ്ണ ശുദ്ധജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഇനി കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇതിന്റെ കാരണം എന്താ? പ്ലവന തത്വം അല്ലേ? കപ്പലിന്റെ അതേ വിസ്തീർണത്തിലുള്ളതാണ്, കപ്പലിന്റെ അതേ വിസ്തീർണം അല്ലെ അതേ വോളിയത്തിലുള്ള വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അല്ലെ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി. കപ്പൽ ജലത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് അത് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അതിന്റെ കാരണം? ലോ ഓഫ് ഫ്ലോട്ടേഷൻ. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ താഴ്ത്തി വെച്ചപ്പോൾ അത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. എന്താണ്? ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ ഞാൻ താഴ്ത്തി വെച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനൊരു അനക്കവും സംഭവിക്കുന്നില്ല, അത് ആ വെച്ച അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. എന്തായിരിക്കും കാരണം? വസ്തുവിന്റെ ഭാരവും പ്ലവക്ഷമ ബലവും തുല്യമായിരിക്കും. And the buoyancy and the weight of the object is equal. Buoyancy എന്ന് പറയുന്ന ഫോഴ്സും ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മൾ വെച്ച വസ്തുവിന്റെ ഭാരവും തുല്യമാണെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, അത് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. ഇതാണ് പുസ്തകത്തിൽ തന്നൊരു 4 ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലവന തത്വം. അന്നേരം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു, പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചു. ഇനി നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് അടുത്ത കാര്യം പഠിക്കാം. ഡെൻസിറ്റി വരെയാണ് പഠിച്ചത്. ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്താലേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി അടുത്തത് ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് അടുത്ത പഠിക്കാനുള്ളത്. ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി. ആ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റിലേറ്റീവ് വേറെന്തിനെയോ റിലേറ്റ് ചെയ്ത് പറയുന്നത്, വേറെന്തുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ഡെൻസിറ്റി എന്നുകൊണ്ടുള്ള എന്താണെന്നറിയാലോ? സാന്ദ്രതയാണെന്നറിയാം. അപ്പം ആപേക്ഷിക സാന്ദ്രത അല്ലെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ് ഇനി നമുക്ക് നോക്കാം. ആദ്യം ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³ ആണല്ലോ. അത് നമ്മൾ പഠിച്ചു. ജലത്തിന്റെയും മണ്ണെണ്ണയുടെയും ഉപ്പുവെള്ളത്തിന്റെയൊക്കെ നമ്മൾ സാന്ദ്രത ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു. അപ്പം ജലത്തിന്റെ സാന്ദ്രത എത്രയെന്ന് കിട്ടി? 1000 kg/m³. 1000 വാട്ടർ അല്ലെങ്കിൽ ജലത്തിന്റെ സാന്ദ്രത എത്രയെന്ന് കിട്ടി? 1000 kg/m³ ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് മറ്റുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്.
പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്ത് പറയാറുണ്ട് അല്ലേ. ജലത്തിന്റെ സാന്ദ്രത 1000 ആയതുകൊണ്ട് മണ്ണെണ്ണയുടെ സാന്ദ്രത 810 ആണ്. അപ്പോഴത്തേക്ക് എന്താണ്, ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ് എന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഇപ്രകാരം ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത. ജലത്തിന്റെ സാന്ദ്രതയെക്കാളും എത്ര മടങ്ങാണ് നമ്മൾ എടുത്തേക്കുന്ന പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്ന് നമ്മൾ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്തു പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിനോട്ട് how many times the density of water is the density of that substance. Density of water ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. കെറോസിൻ ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. പറയാറില്ലേ കെറോസിൻ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയേക്കാളും കുറവാണെന്ന്. ഹൗ മെനി ടൈംസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. ഇനി വാട്ടറിന്റെ ഡെൻസിറ്റിയും കെറോസിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള സാന്ദ്രത അല്ലെങ്കിൽ റേഷ്യോ എത്രയാണ്, ഹൗ മെനി ടൈംസ് എത്ര ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് മണ്ണെണ്ണയുടെ സാന്ദ്രത എന്തിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുക, വാട്ടർ. നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നെങ്കിലും ആ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റി എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, വാട്ടറിന്റെ ഡെൻസിറ്റി, ശുദ്ധജലത്തിന്റെ ഡെൻസിറ്റി സാന്ദ്രതയായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. ആദ്യം നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എങ്ങനെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയുമായി എന്തിന്റെ സാന്ദ്രത നോക്കുക ചെയ്യുന്നത്, കെറോസിന്റെ സാന്ദ്രത നോക്കുക ചെയ്യുന്നത്. കെറോസിന്റെ സാന്ദ്രത 810 ആണെന്ന് നമുക്കറിയാം. കെറോസിന്റെ സാന്ദ്രത 810. ഡെൻസിറ്റി ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണെന്ന് നമുക്കറിയാം. 810 ഭാഗം 1000 ചെയ്യുമ്പോൾ 0.81 കിട്ടും. അപ്പം അവ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, 0.81. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്യുക. വാട്ടറിന്റെ ഡെൻസിറ്റിയുമായി കമ്പയർ ചെയ്തപ്പോൾ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.81 എന്ന് പറയുന്നത് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലും ഡെൻസിറ്റിയാണ് താഴെയും ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മുകളിലും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, താഴെയും കിലോഗ്രാം. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകത്തില്ലേ. അപ്പൊ എന്തുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. എന്താണ്, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. മുകളിലും താഴെയും ഡെൻസിറ്റി ആയതുകൊണ്ട് മുകളിലും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പം അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. അപ്പം റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സിൻസ് ഇറ്റ് ഈസ് എ റേഷ്യോ, എന്താണ്, അതൊരു റേഷ്യോ ആണ്, അനുപാതമാണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഹാസ് നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രത വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ്. വസ്തുവിന്റെ സാന്ദ്രതയും ജലത്തിന്റെ സാന്ദ്രതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് എന്തോന്ന്, ആപേക്ഷിക സാന്ദ്രത. ഇനി ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഏത് വസ്തുവിന്റെ സാന്ദ്രതയാണോ നോക്കേണ്ടത് ആ വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത എന്ന് നോക്കുക. അപ്പം ഒരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് എന്തില്ല, ഇതിന് യൂണിറ്റ് ഇല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള ആപേക്ഷിക സാന്ദ്രത അനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്, ഹൈഡ്രോമീറ്റർ. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തോ, ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ഹൈഡ്രോമീറ്റർ കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? നമ്മൾ വാട്ടറിനകത്ത് ഉപയോഗിച്ച് ഈ മറ്റുള്ള ലിക്വിഡിനകത്ത് നോക്കിയിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ നോക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ പുസ്തകത്തിന്റെ സൈഡിൽ ഹൈഡ്രോമീറ്ററിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് എങ്ങനെ മെഷർ ചെയ്യുന്നതിന്. ഈ ഹൈഡ്രോമീറ്റർ ഏതെങ്കിലും ലിക്വിഡിലോട്ട് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ലാക്ടോമീറ്റർ, അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? ലാക്ടോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? ലാക്ടോമീറ്റർ ഇവ രണ്ടും പ്ലവന തത്വത്തെ അടിസ്ഥാനം. ലാക്ടോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മൾ പാലിന്റെ ശുദ്ധത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇനി ഈ ലാക്ടോമീറ്റർ ഹൈഡ്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇത് രണ്ടും എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ഇവ രണ്ടും എന്താണ്, ഫ്ലോട്ട് ചെയ്യുകയല്ലേ അതിനകത്ത്. നമ്മൾ ഏത് ലിക്വിഡിൽ ഇടുന്നോ ആ ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡി ഏത് തത്വമാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഏതൊക്കെ?
ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. ഹൈഡ്രോമീറ്റർ പോലെ തന്നെയാണ് ലാക്ടോമീറ്ററും. ഇത് രണ്ടിൻ്റെയും പടം പുസ്തകത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. പാലിലെ ജലത്തിൻ്റെ അളവ്, ജലത്തിൻ്റെ തോത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എത്രമാത്രം മായം ചേർത്തിട്ടുണ്ട് പാലിൽ എന്നുള്ളത് അത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. രണ്ടും എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ രണ്ടിൻ്റെ പ്രവർത്തന തത്വം, അടിസ്ഥാന തത്വം എന്താണ്? ലോ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആർക്കിമിഡീസിൻ്റെ പ്രിൻസിപ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് അടുത്തത് പഠിച്ചു. എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്ത് കിട്ടി നമുക്ക് കൺക്ലൂഷനായിട്ട്? പ്ലവന തത്വം അല്ലെങ്കിൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കിട്ടി. അതിൽ എന്താണ് പഠിച്ചത്? വെയിറ്റ് ഓഫ് ദ ബോഡി, ഏത് ഒബ്ജക്റ്റാണ് ഇടുന്നത് ആ വസ്തുവിൻ്റെ ഭാരവും അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് പുറത്തോട്ട് പോയ ഫ്ലൂയിഡിൻ്റെ വെയിറ്റും എന്താണെന്ന് പഠിച്ചു? ഈക്വൽ ആണെന്ന് പഠിച്ചു. പിന്നെ വോളിയം, രണ്ടിൻ്റെ വ്യാപ്തവും എന്താണെന്ന് പഠിച്ചു? തുല്യമാണെന്ന് പഠിച്ചു. അത് വെച്ച് 3-4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടതാണ്, നോട്ട് ബുക്കിലോട്ട് എഴുതേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു. എന്താണ്? ആപേക്ഷിക സാന്ദ്രത. റിലേറ്റീവ് ഡെൻസിറ്റി ഏതൊരു സാധനമായിട്ട് കമ്പയർ ചെയ്ത്, ഏതായിരുന്നു അത്? ജലത്തിൻ്റെ സാന്ദ്രതയുമായി കമ്പയർ ചെയ്താണ് എന്ത് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ജലത്തിൻ്റെ സാന്ദ്രതയുമായി കമ്പയർ ചെയ്യുന്നത് അത് എന്താണെന്ന് പറഞ്ഞു? ഒരു അനുപാതമാണ് അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ്. അതുകൊണ്ട് അതിന് എന്തില്ലെന്ന് പറഞ്ഞു? യൂണിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഹൈഡ്രോമീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ, ആപേക്ഷിക സാന്ദ്രത മെഷർ ചെയ്യാനുള്ളൊരു ഡിവൈസ് ആണെന്ന് പറഞ്ഞു. ലാക്ടോമീറ്ററും അതുപോലെ തന്നെ എന്താണ്? പാലിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് രണ്ടും എന്തിൻ്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഏതാണ് രണ്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ? ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം എന്ന പ്രിൻസിപ്പിളിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്.